വെൽക്കം ടു ഓൾ. ഇന്ന് നമുക്ക് അനമോഫിലിയെ കുറിച്ച് പഠിക്കാം. അനമോഫിലി എന്ന് പറഞ്ഞാൽ വിൻഡ് പോളിനേഷനാണ്. അതായത് അവിടെ പോളിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോളിനേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത് വിൻഡാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് എയർ കറൻസ് എന്ന് പറയാം. എയർ കറൻസ് അല്ലെങ്കിൽ വിൻഡാണ് ഇവിടെ പോളിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇവിടെ പോളൻസിനെ ക്യാരി ചെയ്ത് ഫീമെയിൽ സ്ട്രക്ചർ ഉണ്ട് അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ള ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ വിൻഡാണ്. അതാണ് അനമോഫിലി. ഇതിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞ പോലെ വാലിസ്നേറിയ അതുപോലെ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് ഒരു പ്ലാന്റിനെ കുറിച്ച് പഠിക്കാനില്ല. കോമൺ ആയിട്ട് എന്താണ് വിൻഡ് പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ്, എന്താണ് അതിൻ്റെ അഡാപ്റ്റേഷൻസ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത്. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാവുന്നതാണ് എക്സാമിന്. അപ്പോൾ അതിൻ്റെ അഡാപ്റ്റേഷൻസ് ഇപ്പോൾ വിൻഡ് പോളിനേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന പുല്ലുകളില്ലേ, ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഊതിക്കളിക്കില്ലേ, ഒരു നമ്മുടെ അപ്പൂപ്പൻ താടി പോലെയുള്ള ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാവില്ലേ, കുറേ ഫെദറുകൾ പോലെയുള്ള സ്ട്രക്ചറുകളായി നമ്മൾ ഊതിക്കഴിഞ്ഞാൽ അതിങ്ങനെ പറന്നു പോകും. ശരിക്കും അത് അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു പോളിനേഷനാണ് ചെയ്തത്. അപ്പോൾ കാറ്റത്ത് നമ്മൾ എന്തുകൊണ്ടാണ് അത് ഊതിയത്? നമ്മൾ ഊതിയത് അത് പറന്നു പോകുന്നത് കൊണ്ടാണ് അല്ലേ. അത് കുറച്ച് ദൂരം ഇങ്ങനെ പറന്നു പോയി നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ. അപ്പോൾ നമ്മൾ ഊതുമ്പോൾ സാധാരണ വല്ലതാണെങ്കിൽ നേരെ താഴെ വീഴുക ചെയ്യുക. പക്ഷെ ഇതെങ്ങനെയാണ്, ആ എയർ കറണ്ടിൻ്റെ കൂടെ മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെ എയർ കറണ്ടിൻ്റെ കൂടെ മൂവ് ചെയ്ത് പോകണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കണം ആർക്ക് ഉണ്ടായിരിക്കേണ്ടത്, വിൻഡ് പോളിനേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ ഇൻസെക്ട് പോളിനേറ്റഡ് ആണെങ്കിൽ അവിടെ നല്ല ഷോയി ആയിട്ടുള്ള ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള നെക്ടറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, ഇവിടെയാണെങ്കിൽ ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും, സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. കാരണം ഇവിടെ ഇൻസെക്ട് പോളിനേറ്റഡ് അല്ലാത്തത് കാരണം ഒരു ഇൻസെക്റ്റിനെ പോലും ആകർഷിക്കേണ്ടതായിട്ട് വരുന്നില്ല അല്ലേ. ഇൻസെക്റ്റിന് വന്നിരിക്കണം, അവരൊന്ന് അട്രാക്റ്റഡ് ആവണം എന്ന ഒരു റീസൺ കൊണ്ടാണല്ലോ വലിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കുന്നത്. അതുപോലെ ചില സമയത്തല്ല, ഒരുവിധം എല്ലാ കണ്ടീഷനിലും അത് ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് കാണാറുള്ളത്. ഇൻഫ്ലോറസൻസ് ആയിട്ട്, അതായത് ഇങ്ങനെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷനിലായിരിക്കും കാണാറുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവരുടെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ആണ്. യൂണിസെക്ഷൽ മീൻസ് ഒന്നെങ്കിൽ മെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. അതാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഇപ്പോൾ നമ്മുടെ റൈസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ റാഗി, അതുകളൊക്കെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഫ്ലവേഴ്സ് ആർ നോട്ട് കളേർഡ്. ഫ്ലവേഴ്സ് എന്താണ് ഉള്ളത്, ചെറിയ ഫ്ലവേഴ്സ് ആണ്. അവരെന്തല്ല കളേർഡ് അല്ല, സെൻറ്റേർഡ് അല്ല, അതായത് ഫ്രേഗ്രൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഷോയി അല്ല. നല്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ഫ്ലവേഴ്സ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ശരിക്കും. നിങ്ങൾ തെങ്ങിൻ്റെ പൂക്കൊല കണ്ടിട്ടില്ലേ? തെങ്ങിൻ്റെ പൂക്കൊല എങ്ങനെയാണ്, നമ്മൾ സാധാ കാണുന്ന പോലത്തെ റോസാപ്പൂ ഒന്നും പോലെയല്ലോ. അതിങ്ങനെ കുറേ തണ്ടുകൾ, ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും. ആ ബ്രാഞ്ചസുകളിൽ ചെറിയ ഒരു എന്താണ് ലൈറ്റ് യെല്ലോ വൈറ്റ് കളറിലുള്ള ചെറിയ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് അതിൻ്റെ ഇൻഫ്ലോറസൻസ്, അതാണ് അതിൻ്റെ ഫ്ലവേഴ്സ്. അതൊരിക്കലും ഷോയി അല്ല, ബ്രൈറ്റ് കളേർഡ് അല്ല, ഷോയി അല്ല, സെൻറ്റേർഡ് അല്ല. അതാണ് മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ. അതുപോലെ ദേ ആർ നോട്ട് പ്രൊഡ്യൂസിങ് നെക്ടേഴ്സ്. എന്തുകൊണ്ടാണ് നെക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്തത്? ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, 2 മാർക്സിനൊക്കെ ചോദിക്കാം. എന്തുകൊണ്ടാണ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് നെക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അവിടെ നെക്ടർ ഗ്ലാൻസ് ആബ്സെൻ്റ് ആയിട്ടുള്ളതെന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ്? അവിടെ ഇൻസെക്ട് പോളിനേറ്റഡ് അല്ല, ഇൻസെക്റ്റുകൾ ആകർഷിക്കേണ്ടി വരുന്നില്ല. നെക്ടർ എന്തിനാണ്? ഇൻസെക്റ്റുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എന്നാൽ മാത്രമേ ഇൻസെക്റ്റുകൾ ഫുഡ് തേടിയിട്ടാണ് ആ ഒരു ഫ്ലവറിലേക്ക്, ആ ഒരു പ്ലാന്റിനെ അത് വിസിറ്റ് ചെയ്യാം അല്ലേ. ഇവിടെ ഇൻസെക്റ്റുകളല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നെക്ടർ പ്രൊഡ്യൂസിങ് ഗ്ലാൻസിൻ്റെയോ നെക്ടറിൻ്റെയോ ആവശ്യമില്ല. ഇനി പെറ്റൽസ് സ്മോൾ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ പെറ്റൽസ് ഉണ്ടായിരിക്കില്ല. കുറേ സ്ഥലത്ത് പെറ്റൽസ് ഉണ്ടായിരിക്കും, പക്ഷെ ചെറിയ സൈസായിട്ടുള്ള പെറ്റൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ചില സമയത്ത് അത് ആബ്സെൻ്റ് ആയിരിക്കും, പെറ്റൽസിന് ആബ്സെൻ്റ് ആയിരിക്കും. അതുപോലെ മെയിൽ ഫ്ലവേഴ്സ് ആർ മോർ ന്യൂമറസ് ദാൻ ഫീമെയിൽ ഫ്ലവേഴ്സ്. മെയിൽ ഫ്ലവേഴ്സ് എങ്ങനെയാണ്? മെയിൽ ഫ്ലവേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ഫീമെയിൽ ഫ്ലവേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ മെയിൽ ഫ്ലവേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും? മെയിൽ ഫ്ലവേഴ്സ് ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ ചെന്ന് വീണാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, മീൻസ് സ്റ്റിഗ്മയിൽ ചെന്ന് വീണാൽ പോരാ, പിന്നീടുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടന്നാൽ മാത്രമേ അവിടെ കറക്റ്റായിട്ടുള്ളൊരു
സൈഗോട്ട് ഫോർമേഷനും എംബ്രിയോ ഡെവലപ്മെൻറ്റും ഒക്കെ നടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ വിൻഡ് പോളിനേഷൻ ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് വിൻഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ഒരു പൊളൻ ഗ്രെയിൻ കറക്റ്റായിട്ട് വേറെ എവിടെയോ ഉള്ള ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ തന്നെ വന്ന് വീഴണമെന്നില്ലല്ലോ അല്ലേ, അങ്ങനെ വന്ന് വീഴണമെന്നില്ല. അതുകൊണ്ടാണ് ഒരുപാട് മെയിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫീമെയിൽ ഫ്ലവറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെയിൽ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. These male flowers are producing numerous pollen grains to compensate the loss of pollen during wind transport. എന്താണ് വിൻഡ് ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ ഒരുപാട് പൊളൻ ഗ്രെയിൻസ് ലോസ് ആവും. ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ മെയിൽ പ്ലാന്റിൽ നിന്ന് പൊളൻ ഗ്രെയിൻസ് ക്യാരി ചെയ്തിട്ട് ഫീമെയിൽ പ്ലാന്റിൽ എത്തുന്നത് വരെ കാറ്റിൻ്റെ കൂടെ ഒരു പൊളൻ ഗ്രെയിൻ ഉണ്ടാവണമെന്നില്ല അല്ലേ. താഴെ വീണ് പോവാം, വേറെ ഏതെങ്കിലും ചെടിയുമല്ലോ മറ്റോ എന്തെങ്കിലും സർഫസിലോ തട്ടി നിൽക്കാം അല്ലേ. അങ്ങനെ ഉണ്ടാവുന്ന ട്രാൻസ്പോർട്ടിൻ്റെ ഇടയിൽ വിൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു പൊളൻ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് മെയിൽ ഫ്ലവേഴ്സ് ഉള്ളതും ഒരുപാട് പൊളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. ഇനി അവരുടെ ആന്തറിൻ്റെ പ്രത്യേകത നോക്കിയാൽ ആന്തേഴ്സ് പ്രൊജക്റ്റ് ഔട്ട് ഓഫ് ദ കൊറോള, സോ ദ പൊളൻ ഗ്രെയിൻസ് ക്യാൻ ഈസിലി ക്യാരിഡ് ഔട്ട് ബൈ വിൻഡ്. എന്താണ് ആന്തറിലാണ് പൊളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. ഈ ഒരു സ്ട്രക്ചർ കണ്ടോ, നെല്ലിൻ്റെ ഈ ഒരു ഫോട്ടോ, അതിൽ നോക്ക് ഇവിടെ വൈറ്റ് കളേർഡായിട്ടൊരു സാധനം കാണുന്നില്ല, ഇങ്ങനെ 2 ലോബുകളായിട്ടുള്ളൊരു സ്ട്രക്ചർ, അതാണ് അതിൻ്റെ ആന്തേഴ്സ് ഒരു ചെറിയൊരു കണക്ഷൻ വഴിയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. ആ ഒരു ഫ്ലവറും അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റും അങ്ങനെയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അതായത് കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആന്തറുകളായിരിക്കും ആർക്കുണ്ടായിരിക്കുക, വിൻഡ് പോളിനേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് ഉണ്ടായിരിക്കുക. നെല്ലിൻ്റെ കതിരൊക്കെ കാണുകയാണെങ്കിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. നെല്ലിൻ്റെ മാത്രമല്ല, നമ്മളിങ്ങനെ പോയേസിയ ഫാമിലിയിൽ പെടുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പുല്ല് വർഗ്ഗത്തിൽ പെടുന്ന മോണോകോട്ട് പ്ലാന്റുകൾ, അവരുടെ ആ ഒരു കതിര് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മൾ തന്നെ ഒരു പോയസിയ ഫാമിലിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്, കറക്റ്റായിട്ട് അവിടെ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, ലാർജ് ബ്രാഞ്ച് ആൻഡ് ഫെദറി സ്റ്റിഗ്മ ടു ക്യാച്ച് ഓർ കളക്ട് പൊളൻ ഫ്രം ദ എയർ. എന്തായിരിക്കും ഈ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത്, ഇത് ആന്തറിൻ്റെ ആയിരുന്നു, വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആന്തറുകളാണ് ഉണ്ടായിരിക്കുക. ഇനി സ്റ്റിഗ്മ എങ്ങനെയായിരിക്കും, അതായത് ഫീമെയിൽ സ്ട്രക്ചറായിട്ടുള്ള സ്റ്റിഗ്മ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക, അത് ലാർജ് ആയിരിക്കും, വലുതായിരിക്കും, അതായത് നീളം കൂടുതലായിരിക്കും, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ആയിരിക്കും. അതുപോലെ ബ്രാഞ്ചഡ് ആയിരിക്കും, ഒരൊറ്റ സ്റ്റിഗ്മയുള്ള ഉണ്ടായിരിക്കുക, ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്റ്റിഗ്മാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ വീണാലും മീൻസ് അവിടെ എവിടെ പൊളൻ ഗ്രെയിൻസ് വീണാലും ഒരു പൊളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ലാർജ് ആയിട്ടുള്ള ബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്റ്റിഗ്മ കാണുന്നത്. അതുപോലെ ഫെദറി ആയിരിക്കും, നല്ല തിന്നായത് കാരണം ഇങ്ങനെ കാറ്റത്ത് നന്നായിട്ട് ഇളകുന്ന ടൈപ്പായിരിക്കും. അത് പൊളൻ ഗ്രെയിൻസിനെ, കാറ്റിലുള്ള പൊളൻ ഗ്രെയിൻസിനെ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ട്രക്ചർ ഉള്ളത്. ഇനി പൊളൻ ഗ്രെയിൻസിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്മോൾ ആയിരിക്കും, വളരെ ചെറുതായിരിക്കും. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും, ഒരു പുക പോലെയല്ലേ ഈ ഇത്രയും ഭാഗത്ത് കാണുന്നത്, അതിലൊക്കെ ന്യൂമറസ് പൊളൻ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് പൊളൻ ഗ്രെയിൻസ് അതിൻ്റെ അകത്തുണ്ടായിരിക്കും. നിങ്ങൾ ജിംനോസ്പേം പഠിച്ചിട്ടില്ലേ, ജിംനോസ്പേംസിൽ പൈനസിൻ്റെ പോളിനേഷൻ പഠിക്കുമ്പോൾ അത് വിൻഡ് പോളിനേഷനാണ്, പൈനസിൻ്റെ വിൻഡ് പോളിനേഷനാണ്. ഓക്കെ, അപ്പോൾ പൊളൻ ഗ്രെയിൻസ് സ്മോൾ ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, സ്മൂത്ത് വോൾഡ് ആയിരിക്കും, അതായത് റഫ് സർഫസ് ഒന്നും ആയിരിക്കില്ല, സ്മൂത്ത് വോൾഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് റഫ് സർഫസ് അല്ലാത്തത്? റഫ് സർഫസ് ഉള്ള ഒരു ടൈപ്പ് പൊളൻ ഗ്രെയിൻ്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ല, ഇൻസെക്ട് പോളിനേറ്റഡിലൊക്കെ പൊളൻ ഗ്രെയിൻസ് എങ്ങനെയായിരുന്നു, റഫ് സർഫസ് ആയിരുന്നു. ഇവിടെ സ്മൂത്ത് സർഫസ് ആണ്, അതുപോലെ നോൺ സ്റ്റിക്കി ആണ്. ഇൻസെക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇൻസെക്റ്റ് എങ്ങനെയായിരുന്നു, സ്റ്റിക്കി ആയിരുന്നു, ഇവിടെയാണെങ്കിൽ നോൺ സ്റ്റിക്കി ആണ്. കാരണം എവിടെയെങ്കിലും ചെന്ന് ഒട്ടിപ്പിടിക്കാൻ പാടില്ലല്ലോ, വിൻഡിൻ്റെ കൂടെ കറക്റ്റായിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം. ഇനി പൈനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പൈനിൻ്റെ പൊളൻ ഗ്രെയിൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് വിങ്സ് ഉണ്ടായിരിക്കും. പൈൻ്റെ പൊളൻ ഗ്രെയിൻ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക, ഇത് 2 വിങ്സ് ആണ്. നമ്മൾ ജിംനോസ്പേമിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കി നോക്കുക. അപ്പം കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, ജിംനോ 5th സെമ്മിൽ പഠിക്കാനുള്ളതാണ്. അതിൽ കറക്റ്റായിട്ട് പൈനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സിൽ ഉണ്ടായിരിക്കുക. അതിൻ്റെ സ്റ്റിഗ്മ എങ്ങനെയായിരിക്കും, ആന്തറുകൾ എങ്ങനെയായിരിക്കും, അതുപോലെ പൊളൻ ഗ്രെയിൻസിൻ്റെ ടൈപ്പാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക.
പിന്നെ ഈ ഫീച്ചേഴ്സ് നിങ്ങൾ ഒന്നുകൂടെ പഠിക്കണം. കാരണം പോയേസിയ ഫാമിലി ഐഡൻറ്റിഫിക്കേഷനിൽ പോയേസിയെ വെക്കാറുള്ളതാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന്. അപ്പോൾ ആ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഫീച്ചേഴ്സിലും ഇത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ കാണുന്നതാണ് നമ്മുടെ ആന്തറുകൾ കേട്ടോ. നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആന്തറുകളാണ് ഈ വൈറ്റ് സ്ട്രക്ചേഴ്സ് കാണുന്നത്. ലോബ്ഡാണ്, 2 ലോബുകളുള്ള ടൈപ്പ് ആന്തറുകളാണ്. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുക. അപ്പോൾ എന്താണ്, ഈസിലി നമ്മുടെ വിൻഡ് അടിക്കുന്ന സമയത്ത്, കാറ്റടിക്കുന്ന സമയത്ത് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും.